പാലാ ബിഷപ്പിൻ്റെ അധീനതയിൽ വരുന്ന ഭൂമിയിൽ നിന്നൊരു ശിവലിംഗം കിട്ടി. ഏതാണ്ട് ഒരാഴ്ചയായി ഈ സംഭവം. അപ്പോൾ ആ ശിവലിംഗം അവിടുന്ന് കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ അത് പാലാ ബിഷപ്പിനെയും അവിടുത്തെ പാലാ രൂപതയുടെ അധികാരികളെ ഔദ്യോഗികമായി അറിയിക്കുകയും അവരത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വലിയ ഒരു രീതിയിൽ ഭക്തജന പ്രവാഹമാണ്. ശിവലിംഗം കാണാനും ഒക്കെ ആയിട്ട് അതിനെ ദർശിച്ച് എന്താ പറയണ്ടേ, ആരാധനകളൊക്കെ നടത്താനും താല്പര്യപ്പെട്ട ഒരു വലിയ വിഭാഗം വരികയാണ്. ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? അല്ല, കേരളത്തിൽ നമ്മൾ പല സ്ഥലത്തും കുഴിക്കുമ്പോൾ ഇങ്ങനെ പലതും കിട്ടും. കാരണം ഇവിടെ പല സമയത്തും ആളുകൾ ഭയങ്കര വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ട് മൂടിപ്പോയി. ഇപ്പോൾ നമ്മൾ കാണാനോ ഉരുൾപൊട്ടലൊക്കെ വന്ന് പോകാറുണ്ട്. ക്ഷേത്രങ്ങൾ മൊത്തം, ജനങ്ങൾ മൊത്തം മൂടിപ്പോയി. അതുപോലെ ഈ പറയുന്നതിൻ്റെ ഇതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നൊരു മേഖലയും കൂടിയാണ് ഈ മലയോര മേഖല. കോട്ടയം, ഇടുക്കി, ആ ഒരു റീജിയൻ, വയനാട്, ഇത്തരമുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെ ഞാൻ തിരുവനന്തപുരത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ തൊട്ടടുത്തുള്ള ക്ഷേത്രം, അതെന്ന് വെച്ചാൽ അത് അവസാനം അന്വേഷിച്ച് 11-ാം നൂറ്റാണ്ടിലെ ബ്രാഹ്മണ ക്ഷേത്രമാണ്. വെള്ളാനി എന്നുള്ള സ്ഥലത്ത് അവിടെ ചെറുപാലബന്ധ ശിവക്ഷേത്രമാണ്. ആ കുറേ കാലം ആ ക്ഷേത്രം ആർക്കും അറിയില്ലായിരുന്നു, അത് മൂടിക്കിടക്കുകയായിരുന്നു. പിന്നെ നമ്മളറിയുന്ന കുറേ ആളുകൾ എപ്പോഴും അത് യാദൃശ്ചികമായി കണ്ടെത്തുകയും അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആളുകൾ അതിൽ ഇടപെടുകയും ഇപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായി മാറി. ചായപ്രദേശം ഏറ്റവും പഴക്കഞ്ഞ നേരത്തെ ചിലപ്പോൾ അതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പം ഇങ്ങനെ കിട്ടുന്ന സമയത്ത് പൊതുവേ ആളുകൾ നമ്മുടെ നാട്ടിലൊരു എല്ലാ മതങ്ങളും പരസ്പരം ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷമാണ്. അങ്ങനെ അല്ലാത്ത ക്ഷുദ്രജീവികൾ വളരെ കുറവാണ് ബേസിക്കലി. പൊതുവേ മലബാറിലെ മുസ്ലിംസിന് ഹിന്ദുസിനോട് ഭയങ്കര ബഹുമാനമാണ്. അതുകൊണ്ടാണല്ലോ ഞാനൊക്കെ ഇങ്ങനെ ആളുകൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഹിന്ദു ഒക്കെ ആയി സംസാരിക്കുന്ന ആളുകൾ ഫീൽ ഉണ്ടാകും. അത് ഞങ്ങൾ ട്രഡീഷൻ അതാണ്. നമ്മളൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ 3 തലമുറ മുമ്പ് എൻ്റെ അപ്പനപ്പ അദ്ദേഹം നാദാപുരത്ത് ഒരു പ്രധാന ഹിന്ദു ജന്മിയുടെ കാര്യസ്ഥനായിരുന്നു. നിങ്ങൾ സൗത്തിൽ ആലോചിക്കാൻ പറ്റുമോ? ഹിന്ദു ജന്മിയുടെ കാര്യസ്ഥൻ മുസ്ലിം തിരിച്ചുണ്ടായിട്ടുണ്ട്. മുസ്ലിം ജന്മിയുടെ കാര്യസ്ഥൻ നായരായിരിക്കും. ഇത് മലബാറിലുള്ള ട്രഡീഷനാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയാണ് എൻ്റെ കുടുംബത്തിൽ വല്യാപ്പയൊക്കെ സംസ്കൃതമൊക്കെ പഠിക്കുന്നത്. പിന്നെ ഒരു സൂഫി പാരമ്പര്യം, ഇത് രണ്ടും കൂടെ. അപ്പം അവിടെ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു കാര്യം പറയാം. ഞങ്ങളുടെ നാട്ടിൽ ഒരു സൂഫി പരീത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബാലുശ്ശേരി കണ്ണാടിപ്പുറം എന്ന സ്ഥലത്ത് 2 വാരിയേഴ്സ് ഉണ്ടായിരുന്നു, ചേകോമാരെ പോലെയുള്ള. അവരവിടെ കുമ്പനാട് നാടുവാഴിയോ ഇവരുടെ ആരുടെയോ പടയാളികൾ ഇതായിരുന്നു, അംഗരക്ഷകരായിരുന്നു. അപ്പം സൂഫി പരീത് അതിൽ ഒരാൾ പിന്നെ അഭിപ്രായ വ്യത്യാസം കൊണ്ട് വേറെ അടുത്ത നാടുവാഴിയുടെ പിന്നെ അംഗരക്ഷകനായി മാറി. അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഇവർക്ക് കളരിയിൽ നിന്ന് 2 കളരിയിൽ പഠിച്ചു, അങ്ങനെന്തോ ആണത്. ഇവർ ബേസിക്കലി നാദാപുരത്ത് ഞങ്ങളുടെ നാട്ടിൽ വന്ന് താമസിച്ചാണ്. നാദാപുരം പണ്ടേ ഈ പറഞ്ഞ നാദാപുരം വടക്കൻ്റെ റീജിയനാണല്ലോ, ഈ പറയുന്ന ഉണ്ണിയാർച്ചയുടെയും ആരോമച്ചേകോൻ്റെയും ഒതേനൻ്റെ ഈ ഒരു ഏരിയ. അവിടെ തന്നെ മുസ്ലിം ഈ ഉണ്ണിയാർച്ചയായിട്ട് ഫൈറ്റ് ചെയ്ത് തോറ്റ മുസ്ലിം ഉണ്ടല്ലോ, കുഞ്ഞാലിയോ എൻ്റെ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു കളരി ട്രഡീഷൻ ഉണ്ട്. അപ്പം അടുത്തടുത്തുള്ള 2 നാടുവാഴികളുടെ പ്രധാന അംഗരക്ഷകർ ഇവർ 2 പേരായിരുന്നു. അങ്ങനെ അവിടെ കാട്ടിൽ ഒരു ആനേനെ കിട്ടി. അപ്പോൾ ഈ ആന ഈ അതിർത്തി, ഈ 2 നാട്ടുരാജ്യങ്ങൾ അതിർത്തിയിലുള്ള ഒരു വാരിക്കുയിലാണ് വീണത്. അപ്പോൾ ആദ്യം ചേട്ടൻ പോയി അത് ആ നാടുവാഴിക്ക് വേണ്ടി പിന്നെ ആനയെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പോൾ അനിയൻ വന്നു, അനിയൻ ഈ നാടുവാഴിക്ക് വേണ്ടി കൊണ്ടുപോകാൻ ശ്രമിച്ചു. അവസാനം അനിയൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവരെ കൂറാണല്ലോ, ആരോടാണ്? ചേട്ടനെ വെടിവെച്ച് വന്നു. ചേട്ടനെ വെടിവെച്ച് വന്നിട്ട് ആനേനെ സ്വന്തം നാടുവാഴിക്ക് കൊടുത്ത് തിരിച്ച് വന്നിട്ട് അപ്പുറത്ത് ഒരു കവറുണ്ടാക്കി അതേ തോക്കുകൊണ്ട് സ്വയം വെടിവെച്ച് മരിച്ചു. ഇതാണ് അവിടുത്തെ കഥ. അപ്പോൾ അവിടെ അവിടെ ഒരു ഇവരുടെ മരിച്ച അവർ താമസിച്ച എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് ഒരു കിണറുണ്ട്, കിണറും ചെറിയൊരു സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പൊതുവേ ആരും പോകാറില്ലായിരുന്നു. അവിടെ മാടയും മറുതയൊക്കെ ഉണ്ട്, ഞങ്ങളതിന് ആ ഏരിയയിൽ പോവില്ല. അങ്ങനെ പിന്നെ എപ്പോഴോ അവിടെ എന്താണ് വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദിയാരോ ഈ ബാബറി മനുഷ്യ സമയം നടക്കുന്ന സമയത്താണ് അവിടെ വിളക്ക് വെക്കണം എന്നൊരു ആഗ്രഹം അവർ പഠിപ്പിച്ചു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലിപ്പം എല്ലാവരും വിചാരിച്ചു അടുത്ത ദിവസം കലാപം ഉണ്ടാവും. ആ സ്ഥലം പള്ളി കമ്മിറ്റിയുടെ പേരില്ല. അപ്പോൾ അവർ പറഞ്ഞു പള്ളി കമ്മിറ്റി അത് അവർക്ക് അങ്ങനെ വിശ്വാസം ഉണ്ട്, അവർ വിളക്ക് എത്തിച്ചോട്ടെ. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള സ്ഥലമാണത്. അടുത്ത ഞങ്ങളെ അവിടെയുള്ള RSSൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ അതിൻ്റെ അടുത്താണ് താമസം. അപ്പം ഇത് നമ്മുടെ നാട്ടിലെ പാരമ്പര്യമാണ്. ഇതല്ലാതെ ചില പുത്തൻ കൂറ്റുകാരാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മാറ്റി വെക്കുക അല്ലെങ്കിൽ അടിച്ചൊടിച്ച് കളയുക, മണ്ണിട്ട് മൂടുകയൊക്കെ ചെയ്യുന്നത്.
അല്ലാതെ ഈ പണ്ടത്തെ നമ്മുടെ ട്രഡീഷണൽ ഇപ്പോൾ സ്വയം ക്രിസ്ത്യാനികൾ പൊതുവെ ഹിന്ദുസ് ആണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഹിന്ദുസ് ബ്രാഹ്മൺസ് ആണെന്ന് സ്വയം പറയുന്ന ആളുകളാണ്. അതാണ് അവരുടെ വിശ്വാസം. ഞങ്ങൾക്ക് പണ്ട് പൂണൂലുണ്ടായിരുന്നു. അതെ 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 എന്ന് പറയുന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചറൽ സിംബയോസിസിൻ്റെ ഒരു വലിയൊരു ഇൻഡിക്കേറ്ററാണ്. അവർക്ക് വേണമെന്ന് മൂടി വെക്കാമായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയും ഇത്തരം സാധനങ്ങൾ വരും. കാരണം ഇവിടെ അങ്ങനെ ഒരുപാട് ഏൻഷ്യൻ്റ് ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളാനി തന്നെ ക്ഷേത്രം ഞാൻ കേട്ടിട്ടുള്ളത് കുറേ കാലം ആരും ശ്രദ്ധിക്കാതെ കിടന്നതാണ്. പിന്നെയാണ് അതൊരു വലിയ ക്ഷേത്രമായി മാറുന്നത്. നമ്മളിങ്ങനെ ഡിഗ് ചെയ്യുമ്പോൾ സമയത്താണ് പലതും കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് കള്ളക്കച്ചവടങ്ങൾ നടക്കും. അതാണ് നിലയ്ക്കൽ പണ്ട് സംഭവിച്ചത്. അത് അവർക്ക് തന്നെ അറിയുന്നത്. ലീഡർ ഭയങ്കര ക്രിസ്ത്യൻ കൂടിയ ആളായിരുന്നല്ലോ. പക്ഷേ ലീഡർ എന്തുകൊണ്ടാണ് ആ നിലപാട് അവസാനം മാറിയത് ആ വിഷയത്തിൽ? കാരണം അതൊരു പ്ലാൻ ചെയ്തതാണെന്ന് ആളുകൾക്ക് ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു വിഷയത്തിൽ. പിന്നെ അതുപോലെ തന്നെ ശബരിമല തീവെപ്പ് കേസ്, ഇതിൻ്റെയൊക്കെ പ്രശ്നം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ 8ൻ്റെ പണിയും കിട്ടിയിട്ടുണ്ട്. അന്വേഷിച്ചാൽ മതി. ശബരിമല തീവെപ്പ് കേസ് കോടാലി സ്വാമി ആണെങ്കിൽ പോലും കോടാലി സ്വാമി ആരായിരുന്നു, എന്തായിരുന്നു, പിന്നെന്തായി, പിന്നെ എങ്ങോട്ട് പോയി, എവിടെ നിന്ന് അയാളെ പോലീസ് പിടിച്ചെന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടും. അതൊക്കെ ഈ പുത്തൻ കുറ്റികാരുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവരുടെ സ്വാധീനിക്കപ്പെട്ട ആളുകളുടെ പ്രശ്നമാണ്. പൊതുവേ നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചറൽ ട്രഡീഷൻ എന്ന് വെച്ചാൽ എല്ലാവരും പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അതുകൊണ്ട് വളരെ എനിക്ക് തോന്നുന്നു വളരെ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇപ്പോൾ അതൊരു ഞാൻ ഏറ്റവും ഒടുവിൽ അറിഞ്ഞ വിവരം, ഈ പാലാ ബിഷപ്പിൻ്റെ ഉപദേശം അനുസരിച്ച് തൊട്ടടുത്ത് വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ അധികാരികളെ വിളിച്ചു വരുത്തുകയും അവരുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ മണ്ണിനടിയിൽ നിന്ന് വിഗ്രഹങ്ങളും മറ്റും കിട്ടുമ്പോൾ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് ദേവപ്രശ്നം വെക്കും, ദേവഹിതം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പാലാ ബിഷപ്പും അവിടുത്തെ അതിരൂപതയും പാലാ അതിരൂപതയും വളരെ പെട്ടെന്നൊരു തീരുമാനമെടുത്തു, നിങ്ങളെന്നാൽ അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും, ഞങ്ങൾ സഹകരിക്കാം, അതിലെ ദേവഹിതം എന്താണോ അതനുസരിച്ച് നമുക്ക് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ചില പുത്തൻ കൂറ്റുകാർ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അവിടെ ഒരു സാമൂഹിക ഐക്യം, അതാണ് കാര്യം. ഈ സിറിയൻ കത്തോലിക് സഭ എന്ന് വെച്ചാൽ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള സഭയാണ്. കാരണം അവർ ഒരുപക്ഷെ ജീസസിൻ്റെ അത്ര തന്നെ പാരമ്പര്യം, അവരുടെ ഐതിഹ്യം അനുസരിച്ച്, ചരിത്രമല്ല ഐതിഹ്യം അനുസരിച്ച് ജീസസിൻ്റെ അത്ര തന്നെ പാരമ്പര്യം ഉള്ളൊരു സഭയാണ്. അതിനുശേഷമാണ് ഈ സായിപ്പന്മാരൊക്കെ മതം മാറി തുടങ്ങിയത്, അവരുടെ തന്നെ പാരമ്പര്യം. ഇനിയിപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ പോലും നമ്മൾ ചരിത്രപരമായി നോക്കുമ്പോൾ എട്ടാം നൂറ്റാണ്ട് തൊട്ട് ശക്തമായ ഇപ്പം തരിശാക്കപ്പള്ളി കോപ്പർ പ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 8ാം നൂറ്റാണ്ട് തൊട്ട് ഇവരെ പ്രസൻസ് അതിശക്തമാണ് ഇവിടെ. അവർക്ക് നായർക്ക് തുല്യമായ പദവികളായിരുന്നു രാജാക്കന്മാർ കൊടുത്തിരുന്നത്. കാരണം ഇവിടെ വൈശ്യന്മാരില്ലല്ലോ. അതുകൊണ്ട് മാത്രമല്ല ഹിന്ദുക്കൾക്ക് കടൽ കടന്ന് കച്ചവടം നടത്താൻ പാടില്ല. നമ്മളുണ്ടാക്കുന്ന പ്രൊഡക്ട്സ് മൊത്തം കടലിനപ്പുറത്താണ് ഇതിൻ്റെ ഡിമാൻഡ് ഉള്ളത്, മനസ്സിലായോ? അപ്പോൾ അത്രയും ലിബറലായിട്ടുള്ള ഒരു സഭയാണത്. നമ്മൾ പലപ്പോഴും ഈ ക്രിസ്ത്യാനികളെ പറ്റി പറയുമ്പം ഈ സിറിയൻ ക്രിസ്ത്യാനികളെ നമ്മൾ വേണ്ടത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയത്തിന് സിറിയൻ ക്രിസ്ത്യാനി വലിയ പങ്ക് ഞാനന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ ഇപ്പം നിങ്ങൾ മണിപ്പൂർ വിഷയമൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ പ്രശ്നം മതപരിവർത്തനമാണ്. സിറിയൻ ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നത് ഗോത്രവിഷയം കൂടിയാണ്. ഗോത്രവിഷയമാണ്. പിന്നെ മതപരിവർത്തന വിഷയം ഉണ്ടാവും. ഇറ്റ്സ് എ വെരി സ്ട്രോങ് ഇഷ്യൂ. പക്ഷേ അതൊന്നും സിറിയൻ ക്രിസ്ത്യൻസിനെ ബാധിക്കുന്നതല്ല. അവർ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സഭയാണ്, ഇന്ത്യനൈസ്ഡ് ആണ്, ബേസിക്കലി ഇന്ത്യൻ തന്നെയാണ്. താങ്കൾ പറയുന്നത് നിലയ്ക്കലിൽ നിന്ന് പാലായിലേക്ക് അതൊരു വലിയ ദൂരമാണ്. അത് മറ്റുള്ളവർ കണ്ട് പഠിക്കേണ്ടതാണ്. ഇപ്പം എൻ്റെ നാട്ടിലെ എക്സ്പീരിയൻസും ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയിരുന്നു വല്ലതും ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. നിർവഹിക്ക് ചിന്തിക്കുന്ന ആൾ തക്കിയാന്നൊക്കെ ആളുകൾ പറയും. എനിക്ക് ഒറ്റ തന്തയ്ക്ക് ജനിച്ചവൻ, എനിക്കെന്താ പറയണ മൂത്തുവി പറയും. തക്കിയ കാണിക്കുന്ന ഇവന്മാരൊക്കെയാണ്. കാരണം അപ്പുറത്ത് വന്ന് ഭയങ്കര ഹിന്ദു സ്നേഹം, RSS സ്നേഹം പറയും, ഉള്ളിൽ നിന്ന് മറ്റേ പണിയെടുക്കും, ഇത് കൺവേർഷൻ. അതാണ് ഇത് തുറന്നു പറയുന്നതാണ് ഇവന്മാർക്ക് എന്നോടുള്ള പ്രശ്നം. നമ്മളെപ്പോലെ ഇപ്പം എൻ്റെ ലൈഫ് നിങ്ങൾക്കൊക്കെ അറിയാലോ അത്യാവശ്യം. നമ്മളെപ്പോലെ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവന്മാർ ഒറ്റ വാക്കേ ഉള്ളൂ. അല്ല, ഒരു സൂഫി പാരമ്പര്യവും ശൈവാദ്വൈതവും തമ്മിലുള്ള ചേർച്ച. അതെ അതെ, അതുപോലെയാണ് ഇപ്പോൾ പാലയിലെ സംഭവം. താങ്കൾ എക്സാക്ട്ലി ഇത് 3 മതങ്ങൾക്ക് ഈ ഒരു എന്താണ് സിംബയോസിസ് വിശ്വസിക്കുന്ന ആളുകൾ ഈ 3 മതങ്ങളിലും ഉണ്ട്. പക്ഷെ അവരെന്താ പ്രശ്നം വെച്ചാൽ ഈ പുത്തൻകൂറ്റുകാർ ഇവന്മാരുടെ ബഹളത്തിന് അവർ നിന്നു കൊടുക്കില്ല. നീ പോടേ എന്ന് പറയും. അതാണ് കാര്യം. അവർ നിശബ്ദരാണ്. പക്ഷേ എല്ലാ വിഭാഗത്തിലും അവർ വളരെ പവർഫുള്ളുമാണ്. അവസാനം അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. എനിക്ക് ഇപ്പം മനസ്സിലാകാത്ത ഒരേ ഒരു കാര്യം, ഈ മുസ്ലിം ലീഗ് മുനമ്പം വിഷയത്തിൽ അവർ വേവർ ചെയ്യുന്നുണ്ട് നിലപാടുകൾ. അത് മുമ്പില്ലാത്തതാണ്. അത് രാഷ്ട്രീയമല്ലേ? രാഷ്ട്രീയമാണെങ്കിൽ അത് അപകടകരമായ സൂചനയാണ്. ലീഗ് ശക്തമായ എല്ലാവർക്കും നിലനിൽപ്പ് ഒരു വലിയ പ്രശ്നമാണ്. നിലനിൽപ്പ് പ്രധാനമാണ്. നിലനിൽപ്പ് എങ്ങനെയാണ് പ്രധാനം? കേരളം എന്തുകൊണ്ടാണ് അങ്ങനെ നിലനിൽക്കുന്നത്? അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. സഹിഷ്ണുതയുടെ അതെ, അത് നിങ്ങൾ ആരെയും ബ്രേക്ക് ചെയ്ത് അവിടെ തീരുന്നു. അത്
പിന്നെ ഈ നിങ്ങൾക്കൊരു വില ഉണ്ടാകില്ല, ഈ പുത്തൻ കൂറുകാർക്കും പുത്തൻ കുറ്റുകാർക്കും ഒക്കെ ആയിരിക്കും അതിൻ്റെ വില. അവരാണ് നയിക്കുക. ഒരു കലക്കവെള്ളത്തിലെ മീൻപിടുത്തം അതുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ലീഗിൻ്റെ ശിഹാദങ്ങളാണ് ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കൃത്യമായ നിലപാട് എല്ലാവരും ഒറ്റ വാക്കിൽ സംസാരിക്കുള്ളൂ. ഇപ്പം പല രീതിയിൽ സംസാരിക്കും, പോളിഫോണിക്കായി. അതൊരു വിഷയമാണ്. അപ്പം പാലയിൽ നിന്ന് ലീഗ് ചിലത് പഠിക്കുന്നത് വളരെ നല്ലതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.